പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. അതെ, ഇതൊരു ആക്സിഡൻ്റ് അല്ല, ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് നീ റീച്ചിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം കേട്ടാ. പിന്നെ ഇവിടെ പോലത്തുള്ള ഫ്രോഡ് പെൺകുട്ടികൾക്ക് ഒരു ധാരണയുണ്ട്. അത് ധാരണയൊന്നും ഞാൻ പറയുന്നില്ല, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവളൊക്കെ എന്ത് കോപ്രായങ്ങൾ കാണിച്ചിരുന്നാലും നിയമം എപ്പോഴും ഉണ്ട് ഇവളെയൊക്കെ പോയിരിക്കും. നിയമം മാത്രമല്ല, ഭൂരിപക്ഷ ആൾക്കാരും ഈ പറയുന്ന പെൺകുട്ടികളോടൊപ്പം മാത്രമേ നിൽക്കാറുള്ളൂ. അതിനകത്ത് എന്താണ് സംഭവിച്ചത്, അതിനകത്തൊരു സത്യമുണ്ടോ, അതൊന്നും നോക്കാറില്ല. ആണുങ്ങളുടെ ജീവനും മാനത്തിനും ഒരു വിലയും കൊടുക്കാറില്ല. അതിൻ്റെ ഒരു എക്സ്ട്രാ ധൈര്യം കൂടെ ഇവർക്കുണ്ട്. അതിൻ്റെ ഒരു ഇതിലാണ് ഇതൊക്കെ കാണിക്കുന്നത്. എല്ലാ പെൺകുട്ടികളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഈ വൈറൽ ഗേൾസിനെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞത്. എനിക്ക് പറയാനുള്ളതും വൈറൽ ഗേൾസിനോടാണ്. ഇനി വരുന്ന വൈറൽ ഗേൾസ് അറിയാൻ വേണ്ടിയിട്ടുമാണ്. ഈ ബസ്സിനകത്തുള്ള ഈ ഉത്സവ പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ട് ഈ ശരീരം എക്സ്പോസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അത് ചെയ്യാം. അതിനാണ് ഇപ്പോൾ റീച്ച് കിട്ടുന്നത്. തുണി അഴിച്ചിട്ട് എന്ത് പരിപാടിയും കാണിച്ചോ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് റീച്ചും കിട്ടും, ലൈക്കും കിട്ടും. എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ച് ഇറങ്ങിത്തിരിക്കുന്നത്, അത് 100% സക്സസ് ആയിരിക്കും.